സമാന്തര ശ്രേണിയിലെ ചോദ്യം നമ്പർ 9. ചോദ്യം ഇങ്ങനെയാണ്: ആദ്യപദം 1/3 പൊതുവ്യത്യാസം 2/3 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. അപ്പോൾ നമുക്കിവിടെ ആദ്യപദം 1/3 ആണെന്ന് അറിയാം, പൊതുവ്യത്യാസം 2/3 ആണെന്നും അറിയാം, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാം. അപ്പോൾ xn = dn + f - d. d എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ 2/3n പ്ലസ് f എന്ന് പറഞ്ഞാൽ 1/3 - 2/3 1/3 - 2/3 എന്ന് പറയുമ്പോൾ -1/3 ആണെന്ന് വരിക. അപ്പോൾ 2n/3 പ്ലസ് -1/3, അതായത് 2n - 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ n-ാം പദം 2n - 1/3 എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2n എന്ന് പറയുന്നത് എന്താ? 2 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമാണ്. 2ൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ അത് ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഒറ്റ സംഖ്യയാണ് കിട്ടുക. അതായത് ഈ 2n - 1 എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ്. അതിനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എപ്പോഴും ഒരു ഒറ്റ സംഖ്യയാണ് ഉത്തരമായിട്ട് കിട്ടുക അല്ലേ. അതായത് ഈ ശ്രേണിയിൽ ഉള്ള പദങ്ങളെല്ലാം എന്തായിരിക്കും? ഒറ്റ സംഖ്യകളായിരിക്കും. അതായത് എല്ലാ ഒറ്റ സംഖ്യകളും ഈ ശ്രേണിയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇരട്ട സംഖ്യയും ഈ ശ്രേണിയിൽ ഇല്ല എന്നും നമുക്ക് ഈ n-ാം പദം വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.